ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഞാൻ മറ്റൊരു രീതിയിലാണ് ഈ ഒരു കഥ അവതരിപ്പിക്കുന്നത്. മുൻപത്തെ സ്റ്റൈലാണോ അതോ ഈ സ്റ്റൈലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണേ കേട്ടോ. അധ്യായം 266. സിദ്ധാർത്ഥിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫാമിലി ഫോട്ടോയിലേക്ക് അശ്വിൻ ശ്രദ്ധയോടെ നോക്കി. അമ്മയുടെ ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ അശ്വിന്റെ മുഖത്തും സന്തോഷം നിറഞ്ഞു. ആ ഒരു ഫോട്ടോയിൽ സിദ്ധാർത്ഥ് അശ്വിന്റെ തോളിൽ ഇങ്ങനെ കൈയിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ നിന്ന് തന്നെ സിദ്ധാർത്ഥും അശ്വിനും തമ്മിലുള്ള അടുപ്പം വ്യക്തമായിരുന്നു. എന്നിട്ടും അശ്വിൻ ഒരിക്കലും സിദ്ധാർത്ഥിനെ ഓർത്തെടുക്കാനൊന്നും കഴിഞ്ഞില്ല. അശ്വിൻ ആകെ അമ്പരന്നു. സിദ്ധാർത്ഥിന്റെ മുഖവും തന്റെ മുഖവും ഒരുപോലെ തന്നെയാണെന്ന് അവന് തോന്നുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോ എടുത്തത് ഓർമ്മയില്ലെങ്കിലും അമ്മയെ പോലെ തന്നെ ഫോട്ടോയിലുള്ളത് താനാണെന്ന് അവൻ ഉറപ്പായിരുന്നു. മുന്നിലിരുന്ന ആൾ ശരിക്കും എന്റെ അച്ഛൻ തന്നെയാകുമോ എന്ന് അവൻ ചിന്തിച്ചു. കുറെ നേരം കൂടി അവൻ ആ ഒരു ഫോട്ടോ നോക്കിയിരുന്നു. എന്നിട്ട് അത് മല്ലികാമ്മക്ക് തിരിച്ചു കൊടുത്തു. അശ്വിൻ പറഞ്ഞത് എനിക്കൊന്നും ഓർമ്മയില്ല. ആ മറുപടി മല്ലികാമ്മയെ നിരാശപ്പെടുത്തി. അവൾ സങ്കടത്തോടെ തന്നെ സിദ്ധാർത്ഥിനെ നോക്കി. എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും അവൻ അച്ഛനെ ഓർക്കാത്തത്? ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നേരിട്ട് സിദ്ധാർത്ഥിനോട് ചോദിക്കണമെന്ന് മല്ലികാമ്മക്കുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സമയമല്ലെന്ന് അവർക്ക് തോന്നി. സിദ്ധാർത്ഥ് പയ്യെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടതിന് അശ്വിന്റെ മുടിയിൽ സ്നേഹത്തോടെ തലോടി. അച്ചൂട്ടാ, ഒന്നും ഓർമ്മയില്ല അല്ലേ? സാരമില്ല, എല്ലാം മാറും. എല്ലാം ശരിയാവും മോനെ. നിനക്കെന്നെ വിശ്വാസമുണ്ടോ? ശരിക്കും ഞാൻ നിന്റെ ഡാഡിയാണ്. നീ ഒന്ന് നോക്കിയേ, നിന്റെ ഇടതുകാലിന്റെ അടിയിൽ ഒരു മറുകുണ്ടോ എന്ന്. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കും. സിദ്ധാർത്ഥിന്റെ ആ ഒരു വാക്ക് കേട്ടതോടുകൂടത്തിന് അശ്വിൻ ഒന്ന് അത്ഭുതപ്പെട്ടു. അവന്റെ ഇടതുകാലിൽ ഒരു മുറിവുണ്ടായിരുന്നു എന്ന് അവന്റെ അമ്മക്ക് മാത്രമേ അറിയൂ. മറ്റാർക്കും അറിയില്ല. അത്രയും സ്നേഹത്തോടെ തന്റെ അടുത്ത് വന്നിരുന്ന് ഇതെല്ലാം പറയുന്ന മനുഷ്യൻ തന്റെ ഡാഡിയല്ലെന്ന് വിശ്വസിക്കാൻ അശ്വിന് കഴിയുന്നില്ല. അശ്വിൻ ചോദിക്കുന്നത്, നിങ്ങൾ ശരിക്കും എന്റെ ഡാഡിയാണോ? നിങ്ങൾ എന്റെ ഡാഡിയാണെങ്കിൽ പറ, എന്റെ അമ്മ എവിടേക്കാ പോയത്? എന്റെ അമ്മ എന്താ എന്നെ കാണാൻ വരാത്തത്? അച്ചു സംശയത്തോടെ ചോദിച്ചു. അമ്മയെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവൻ പ്രതീക്ഷയോട് കൂടി തന്നെ സിദ്ധാർത്ഥിനെ നോക്കി. സിദ്ധാർത്ഥ് പറഞ്ഞത്, അമ്മ കുറച്ചു ദിവസത്തേക്ക് വിദേശത്തേക്ക് പോയതാണ്. നമുക്കൊരുമിച്ച് കുറച്ചു ദിവസത്തേക്ക് അമ്മക്ക് വേണ്ടി കാത്തിരിക്കാമല്ലോ എന്നിങ്ങനെ സിദ്ധാർത്ഥ് പറഞ്ഞതോടുകൂടി തന്നെ അച്ചു ഒരു നിരാശയോടെ തലയാട്ടി. സിദ്ധാർത്ഥ് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അച്ചു വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. മല്ലികാമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ എന്ന് അവൻ മല്ലികാമ്മയെ നോക്കി ചോദിച്ചു. അവർ ചിരിയോടുകൂടെ തലയാട്ടി. സിദ്ധാർത്ഥിനും അശ്വിനും ഇടയിലുള്ള സ്നേഹം കണ്ടപ്പോൾ അവർക്ക് നല്ല സന്തോഷം തോന്നിയിരുന്നു. മോൻക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ മല്ലികാമ്മ പറയുന്ന സമയത്ത് തന്നെ മല്ലികാമ്മയുടെ കണ്ണുകൾ സങ്കടം കൊണ്ട് നിറഞ്ഞിരുന്നു. അവർ വേഗം കണ്ണ് തുടച്ച് ഭക്ഷണം എടുത്തു വെക്കാനായി അടുക്കളയിലേക്ക് നടന്നു. ഇനി വേഗം തന്നെ നീലിമയും കൂടി തിരിച്ചെത്തണം. എന്നിട്ട് അവളും സിദ്ധാർത്ഥും അച്ചുവും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കണം. അവരുടെ പ്രാർത്ഥന മുഴുവൻ അത് തന്നെയായിരുന്നു. സിദ്ധാർത്ഥിനൊപ്പം അശ്വിൻ ഭക്ഷണം കഴിക്കാനിരുന്നു. മല്ലികാമ്മ ഉണ്ടാക്കിയതെല്ലാം അവന് നന്നായിട്ട് ഇഷ്ടമായിരുന്നു. അതവൻ തുറന്നു പറയുകയും ചെയ്തു. അതിനിടയിൽ ഓരോന്നും പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാൻ സിദ്ധാർത്ഥും മല്ലികാമ്മയും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒന്നും ഓർമ്മയില്ലെങ്കിലും അവൻ ആ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അതിൽ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇനി നീലിമയെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം. അവൾ എവിടെയായിരിക്കുമെന്നൊന്നും അറിയില്ല. അവളെ കണ്ടെത്തിയാൽ മാത്രമേ പൂർണ്ണമായിട്ട് സന്തോഷിക്കാനാവുകയുള്ളൂ. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ഭക്ഷണം കഴിച്ചു. അന്ന് സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് പോവാൻ നിന്നതാണ്. പക്ഷേ അശ്വിന്റെ ഈ ഒരു അവസ്ഥയിൽ അവനെ ഒറ്റക്കാക്കി വിടുന്നത് ശരിയല്ലെന്ന് തോന്നി. അശ്വിനാണെങ്കിൽ സിദ്ധാർത്ഥിൽ നിന്നും ചെറിയൊരു അകലം ഇപ്പോഴും പാലിക്കുന്നുണ്ട്. സിദ്ധാർത്ഥിനും അത് മനസ്സിലായി. ഇന്ന് വീട്ടിലിരുന്ന് തന്നെ ജോലി നോക്കാമെന്ന് അവൻ കരുതി. ഉച്ച സമയത്ത് സിദ്ധാർത്ഥ് ജോലിയുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ചു സോഫയിലിരുന്ന് നിശബ്ദമായി എന്തോ എടുത്തുവെച്ചു കളിക്കുന്നുണ്ട്. പക്ഷേ അവൻ അത്ര സന്തോഷത്തിലൊന്നുമല്ല. അമ്മയെ കാണാത്തതിന്റെ സങ്കടം അച്ചുവിന് നന്നായിട്ടുണ്ട്. സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചു. അവൻ തൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തൽക്കാലം നിർത്തിവെച്ച് നേരെ അശ്വിൻ അരികിലേക്ക് നടന്നു. അച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിദ്ധാർത്ഥ് സ്നേഹത്തോടെ ചോദിച്ചു. അച്ചു നിശബ്ദനായി കണ്ണുകൾ ഉയർത്തി നോക്കി. അവൻ എന്തോ ആശയക്കുഴപ്പത്തിലാണെന്ന് സിദ്ധാർത്ഥിന് തോന്നി. അശ്വിൻ പറഞ്ഞത്, ഡാഡി, എനിക്ക് എന്താ പറ്റിയതെന്നറിയില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു കാര്യം വെറുതെ ഓർത്തു. ഇതൊരു സ്വപ്നമാണെന്ന് അച്ഛൻ ചോദിക്കുന്ന സമയത്തിന്റെ സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ അത് കേട്ട് വിടർന്നു. അച്ചു, അതെന്താ ഒരു സ്വപ്നം പോലെ തോന്നിയത്? അതോ ഇനി നിനക്കെന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അതെന്താ, പറഞ്ഞേ നോക്കട്ടെ. അച്ചുവിനെ ആകാംക്ഷയോട് നോക്കിക്കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ചോദിച്ചു. അത് പിന്നെ, ഞാൻ എൻ്റെ അമ്മയെ കണ്ട പോലെ തോന്നി. എന്നെയും എൻ്റെ അമ്മയെയും ഒരു മുറിയിൽ പൂട്ടിയിരിക്കുകയായിരുന്നു. പക്ഷേ ആരോ എനിക്ക് ഭക്ഷണം തന്നു. അവരെന്നെ നല്ലതുപോലെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ എനിക്ക് കളിക്കാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഡാഡി പറഞ്ഞത് ശരിക്കും സത്യാണോ? എൻ്റെ അമ്മ ശരിക്കും വിദേശത്തേക്ക് പോയതാണോ? അശ്വിൻ ചോദിച്ചു.
തനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും ശരിയല്ലെന്നൊരു തോന്നൽ അവന്റെ ഉള്ളിൽ വിടർന്നു. തന്റെ അമ്മ തന്നെ വിട്ടിട്ട് വിദേശത്തേക്ക് പോയതാണെന്നുള്ള കാര്യം അശ്വിന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. നീലിമയ്ക്കിനി മറ്റെന്തെങ്കിലും സംഭവിച്ചതാവുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവന്റെ ആശങ്ക മുഖത്ത് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് പറഞ്ഞിട്ട്, അച്ചു ഒന്നുമില്ല മോനെ, വിഷമിക്കേണ്ട, അമ്മ വേഗം തിരിച്ചു വരും. അവളിപ്പോ തിരക്കിലായതുകൊണ്ടല്ലേ? മോന് വേറെന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നിങ്ങനെ സിദ്ധാർത്ഥ് ചോദിച്ചു. അത് കേട്ട് അവൻ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ നിരാശയോടെ ഇല്ലെന്ന് തലയാട്ടി. സിദ്ധാർത്ഥിന് ആ സമയം വളരെയധികം വിഷമവും അമർഷവും തോന്നി. ഇനി കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ഏക പോംവഴി അശ്വിൻ മാത്രമാണ്. അവൻ എന്തെങ്കിലും ഓർമ്മ വന്നാൽ മാത്രമേ അവനെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സിദ്ധാർത്ഥ് ഒന്ന് നിശ്വസിച്ചു. പിന്നെ അശ്വിന്റെ അരികിലിരുന്ന് കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പഴയ ഓരോ കാര്യങ്ങളായിട്ട് അവനോട് പറഞ്ഞു കൊടുത്തു. അതെല്ലാം അവൻ ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും തല കറങ്ങിക്കൊണ്ട് തന്നെ അവൻ തളർന്നു പോകുമായിരുന്നു. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് ആശ്ചര്യനായി. അവൻ വേദനിക്കുന്നത് കാണാൻ സിദ്ധാർത്ഥ് ആഗ്രഹിച്ചില്ല. അവൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് അവനെ ആശ്വസിപ്പിച്ചു. പോട്ടെ, മോൻ അതിനെ പറ്റിയിട്ട് ഇനി ആലോചിക്കേണ്ട കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ മോന്റെ തലവേദനയൊക്കെ മാറും. അത് കഴിഞ്ഞിട്ട് മോൻ ഓർത്തെടുത്തിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. അശ്വിൻ നിരാശയോട് തലയാട്ടി. അശ്വിൻ വാശി കൂടാതെ തന്നെ താൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിന് അല്പം സമാധാനം തോന്നി. നീലിമയും അശ്വിനും എവിടെയാണ് താമസിച്ചിരുന്നതെന്ന് വ്യക്തമായിട്ട് സിദ്ധാർത്ഥിനറിയാം. അവിടെ അവർക്ക് ശക്തമായ കാവലുണ്ടായിരുന്നു. എന്നിട്ടും അതിനിടയിൽ നീലിമയെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയത് ആരാണ്? ഇതിന് പിന്നിൽ ശരിക്കും ഗീതാമ്മയും വിശ്വനാഥനും തന്നെയായിരിക്കുമോ എന്ന് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ചോദ്യങ്ങൾ നിറഞ്ഞു. എന്തായാലും അച്ഛനെയും അമ്മയും ഇന്ന് തന്നെ കാണാൻ പോകണം. അച്ഛനെ തിരികെ കിട്ടിയ കാര്യം അവരെ അറിയിക്കണം. ആ തീരുമാനം എടുത്തുകൊണ്ട് തന്നെ അച്ഛനെ മല്ലികാമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ നേരെ ഗീതാമ്മയെ കാണാൻ വേണ്ടി അവിടെ നിന്നും പോയി. ഇതേ സമയത്തിന് ഗീതാമ്മയും വിശ്വനാഥനും സോഫയിൽ ഇരിക്കുകയായിരുന്നു. ഇരുവരുടെയും മുഖത്ത് നല്ല നിരാശകൾ നിറഞ്ഞിട്ടുണ്ട്. നീലിമ ഇപ്പോഴും എവിടെയാണെന്ന് അവർക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. മകനെ തിരികെ കിട്ടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ നീലിമയുടെ കാര്യത്തിൽ അവർക്ക് വിഷമമുണ്ടായിരുന്നു. അവൾക്ക് എന്ത് സംഭവിച്ചതായിരിക്കുമെന്ന് ഇരുവരും ആലോചിച്ചു. അവർ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സിദ്ധാർത്ഥിന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗീതാമ്മ സന്തോഷം അഭിനയിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിന്നു. സിദ്ധാർത്ഥ് അതിനു മുൻപേ ഗീതാമ്മയുടെ അടുത്ത് നിന്ന് പിണങ്ങി പോയതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇനി സിദ്ധാർത്ഥ് ഇങ്ങോട്ടേക്ക് തിരികെ വരില്ല എന്നായിരുന്നു അവരൊക്കെ കരുതിയിരുന്നത്. അത്രത്തോളം വാശിയുള്ള ആളാണ് സിദ്ധാർത്ഥ്. ഗീതാമ്മ സന്തോഷത്തോടു കൂടി തന്നെ സിദ്ധാർത്ഥിനോട് പറഞ്ഞിട്ട്, അവസാനം നീ വന്നല്ലോ സിദ്ധു. ദേ, ഞാനും അച്ഛനും നിന്റെ കാര്യം ഇപ്പൊ കൂടി പറഞ്ഞതേ ഉള്ളൂ. എന്താ മോനെ, മോൻക്കിപ്പോ തിരക്കൊന്നുമില്ലെന്നെങ്കിലും ഗീതാമ്മ കളിയാക്കി പറഞ്ഞു. അവൻ മറുപടിയൊന്നും പറയാതെ വിശ്വനാഥന് നേരെ കൈവച്ച് കാണിച്ചു. മറുപടിയായി അയാളൊന്ന് തലയാട്ടി, അത്രമാത്രം. ഗീതാമ്മയുടെ മുഖം വാടിയിരുന്നു. കാരണം കഴിഞ്ഞ ദിവസത്തെ വഴക്കിൽ വിശ്വനാഥന് മകനോട് നല്ല അനിഷ്ടം തോന്നിയിട്ടുണ്ട്. അത് ഗീതാമ്മക്കും അറിയാം. അവിടെയുള്ള നിശബ്ദത ഇല്ലാതാക്കണമെന്ന് അവർ കരുതി. ഗീതാമ്മ പറഞ്ഞിട്ട്, വിശ്വേട്ടാ, സിദ്ധു, നമുക്ക് 3 പേർക്കും ഒന്നിച്ച് ഡിന്നർ കഴിച്ചാലോ? ഇപ്പൊ ഏതായാലും അതിനുള്ള സമയമായില്ലേ, കുറേ കാലമായില്ലേ നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട്. ഗീതാമ്മ വളരെ സന്തോഷത്തോടെ തന്നെ മധുരമായ സ്വരത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥിനും അത് സമ്മതമായിരുന്നു. അപ്പോൾ തന്നെ ഗീതാമ്മ നേരെ അടുക്കളയിലേക്ക് ചെന്നു. എന്നിട്ട് സിദ്ധുവിന് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ച് തിരികെ വന്നു. അച്ഛനും മകനും എതിർവശത്തുള്ള സോഫയിൽ നിശബ്ദമായി ഇരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ഗീതാമ്മക്ക് വിഷമമായി. സിദ്ധു, ആ കുഞ്ഞിനെ പറ്റിയിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നിങ്ങനെ ഗീതാമ്മ സിദ്ധാർത്ഥിനോട് ചോദിച്ചു. അവർക്ക് അതറിയാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. നീലിമയോട് അവർക്ക് ദേഷ്യമുണ്ടെങ്കിലും കുഞ്ഞിന്റെ കാര്യത്തിൽ അവർക്ക് കുറ്റബോധം തോന്നിയിരുന്നു. കുഞ്ഞിനെ കാണാതായതിൽ ആത്മാർത്ഥമായി തന്നെ ഗീതാമ്മക്കും വിശ്വനാഥനും നല്ല സങ്കടമുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും സിദ്ധാർത്ഥ് അവരെ കണ്ടുപിടിക്കുമെന്ന് അവർക്കറിയാം. സിദ്ധാർത്ഥ് ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ പറഞ്ഞിട്ട്, അച്ഛനെ ഞാൻ കണ്ടെത്തി. അത് കേട്ടതോടെ ഗീതാമ്മ ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും വിശ്വനാഥനെ നോക്കി. അയാളുടെ കണ്ണിലും തിളക്കമുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് പറഞ്ഞിട്ട്, അവനെക്കുറിച്ച് ആലോചിച്ച് ഇനി അമ്മയും അച്ഛനും വിഷമിക്കേണ്ട. അതുപോലെ തന്നെ നീലിമയെ പറ്റിയിട്ട് പേടിക്കണ്ട. അച്ചുവിനെ കണ്ടെത്താൻ എനിക്ക് കഴിയുമെങ്കിൽ അതുപോലെ തന്നെ അവളെ കണ്ടെത്താനും എനിക്ക് കഴിയും. സിദ്ധാർത്ഥ് അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടെ പറയുന്ന സമയത്തിന് അതിനർത്ഥം ഗീതാമ്മക്കും വിശ്വനാഥനും പകൽ പോലെ വ്യക്തമായിരുന്നു. നീലിമ ഇനി എവിടെയാണെങ്കിലും അധികം വൈകാതെ സിദ്ധുവിന്റെ അരികിലേക്ക് അവൾ തിരികെ എത്തുമെന്ന കാര്യം അവർക്കുറപ്പാണ്. അതോർത്തുകൊണ്ട് തന്നെ ഗീതാമ്മക്ക് ദേഷ്യം വന്നു. വിശ്വനാഥന്റെ മുഖം ആദ്യം വിളറി, പിന്നെ കോപം കൊണ്ട് ചുവന്നു. നിനക്കിതെന്താ സിദ്ധു? നിന്റെയും ലാവണ്യയുടെയും വിവാഹം ഉറപ്പിച്ചതാണ്. എത്ര വട്ടം പറയണം? ഞങ്ങളുടെ അടുത്ത് നീ തന്നെ ആ ഒരു വിവാഹത്തിന് സമ്മതം പറഞ്ഞതല്ലേ? എന്നിട്ടിപ്പോ പെട്ടെന്ന് വിവാഹം വേണ്ടാന്നൊക്കെ പറയാണോ? ഒരല്പം പോലും നിനക്ക് വാക്കിന് വിലയില്ലേന്ന് അയാൾ കനത്ത ശബ്ദത്തിൽ ചോദിച്ചു. സിദ്ധാർത്ഥ് പറഞ്ഞിട്ട്, അച്ഛാ, ഇത് ഞാൻ 1000 വട്ടം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ചോദിച്ചാലും അത് തന്നെയായിരിക്കും എന്റെ മറുപടി. സിദ്ധാർത്ഥ് യാതൊരു ഭയവുമില്ലാതെ പറഞ്ഞു.
അന്നേരം വിശ്വനാഥന് ദേഷ്യം വരാണ്. നീ എന്റെ മോനല്ല, ഇത്ര നാളും വളർത്തി വലുതാക്കി നന്ദി പോലും ഇല്ലാത്തവൻ. എന്റെ മകനായതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഈ നഗരത്തിൽ നിലയും വിലയും ഒക്കെ കിട്ടുന്നത്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം തന്നെ കിട്ടിയത്. എന്നിട്ടും നീ എന്തായി ചെയ്യുന്നത്? ഒരു പെണ്ണിന് വേണ്ടി, അതും ഞങ്ങളെ വേദനിപ്പിക്കുന്നു. അവൾക്ക് വേണ്ടി ഈ സകലതും നീ നശിപ്പിക്കുന്നു. വിശ്വനാഥൻ അങ്ങനെ അത്യധിക ദേഷ്യത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥ തിരികെ ഒന്നും പ്രതികരിച്ചില്ല. ഒരു വികാരവുമില്ലാത്ത പോലെ അവൻ അയാളെ തന്നെ നോക്കി നിന്നു. ഗീതാമ്മ ഇതെല്ലാം കേട്ട് ഏറെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്തായിരുന്നു ഗീതാമ്മയുടെ ഫോൺ റിങ് ചെയ്തത്. വിശ്വനാഥനും സിദ്ധാർത്ഥും നോക്കി നിൽക്കെ തന്നെ ഗീതാമ്മ ഫോൺ അറ്റൻഡ് ചെയ്തു. മറുവശത്ത് നിന്ന് ഫോണിൽ ആരോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഗീതാമ്മ അവർക്കിടയിൽ നിന്ന് മാറി നിന്നു. ഒരു റൂമിലേക്ക് മാറിപ്പോയിക്കൊണ്ടാണ് അവർ ഫോൺ അറ്റൻഡ് ചെയ്തത്. അതിനർത്ഥം അവർ കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഒരു വാർത്ത തന്നെയാണ് ആ ഫോൺ കോളിലുള്ളതെന്ന് അങ്ങനെ ആലോചിച്ചപ്പോൾ സിദ്ധാർത്ഥിന് സംശയമായി. ഇതിനുശേഷം അവിടെയുള്ള കുക്ക് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. അയാൾ അവരെ കഴിക്കാനായി വിളിച്ചു. അപ്പോഴും ഗീതാമ്മ ഫോണിൽ തന്നെയായിരുന്നു. അവർ ഫോൺ ചെയ്തിട്ട് തിരികെ വരാൻ വേണ്ടിയിട്ട് അച്ഛനും മകനും ഒരുപോലെ വെയിറ്റ് ചെയ്തു. പതിയെ മുകളിലെ നിലയിലെ റൂമിൽ നിന്നും ഗീതാമ്മയുടെ ദേഷ്യത്തിലുള്ള സംസാരം കേട്ടു. അവർ എന്തോ പ്രശ്നത്തിൽ അകപ്പെട്ടതുപോലെ സിദ്ധാർത്ഥിന് തോന്നി. എങ്കിലും അവനും വിശ്വനാഥനും ഒരുപോലെ തന്നെ നിശബ്ദരായിരുന്നു. അധികം വൈകാതെ തന്നെ ഫോൺ കട്ട് ചെയ്തത് ഗീതാമ്മ നേരെ താഴേക്ക് ഇറങ്ങി വന്നു. അവരുടെ മുഖം ദേഷ്യം കൊണ്ടും അമർഷം കൊണ്ടും വികൃതമായി പോയിരുന്നു. എന്നിട്ടും അവർ ആരും അതിനെക്കുറിച്ച് പരസ്പരം സംസാരിച്ചില്ല. താൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അച്ഛനും അമ്മയും തന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന് വല്ലാത്ത വിഷമം തോന്നി. അസുഖകരമായ ഒരു നിശബ്ദതയിൽ അവർ ഡിന്നർ കഴിച്ചു. അമ്മയുടെ മൗനവും അച്ഛന്റെ ദേഷ്യവും കാരണം ഒരു നിമിഷം പോലും അവൻ പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിച്ചില്ല. അവൻ പറയാൻ വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇത്രയൊക്കെയായിട്ടും അവർ പഴയതെല്ലാം തന്നെ വിടാൻ തയ്യാറായില്ല. അപ്പോഴാണ് കൂടുതൽ ചോദിക്കുന്നത് മടക്കമില്ലെന്ന് അവന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും തിരിച്ചു മടങ്ങാൻ സിദ്ധാർത്ഥ തീരുമാനിച്ചു. സിദ്ധാർത്ഥിനോട് അവിടെ നിൽക്കണമെന്ന് ഗീതാമ്മയും നിർബന്ധിച്ചില്ല. ഇന്ന് അമ്മ അവനെ മനഃപൂർവ്വം അവഗണിക്കുന്നത് സിദ്ധാർത്ഥിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവനെ ഒട്ടും സ്വാധീനിച്ചില്ല. കാരണം നീലിമയെ അല്ലാതെ മറ്റൊരാളെക്കുറിച്ചും അറിയാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവൻ ആ വീട്ടിൽ നിന്നും യാത്ര പോലും ചോദിക്കാതെ ഇറങ്ങി. ആ സമയത്തന്നെ അമ്മയുടെ മുഖത്തെ അയഞ്ഞതും അച്ഛന്റെ മാനസികാവസ്ഥ മെച്ചപ്പെട്ടതും അവൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ തിരികെ ഇറങ്ങി വരുമ്പോൾ സിദ്ധാർത്ഥ് കാറിന്റെ താക്കോലെടുക്കാൻ മറന്നിരുന്നു. വണ്ടിയിൽ കയറാൻ ഭാവിച്ചപ്പോഴാണ് അവൻ അതോർത്തത്. വണ്ടിയുടെ കീ ഹാളിലെ ചെറിയ ഗ്ലാസ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. സാധാരണ ഇതൊന്നും അവൻ മറക്കാത്തതാണ്. പക്ഷേ ഇന്നെന്തോ അവൻ ആകെ വിഷമത്തിലാണ്. സിദ്ധാർത്ഥ് ഒന്ന് നിശ്വസിച്ചു. അതിനുശേഷം വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറി. അകത്തെങ്ങും പൂർണ്ണമായി നിശബ്ദമായിരുന്നു. ആ ചെറിയ നേരം കൊണ്ട് അച്ഛനും അമ്മയും ഇത്ര പെട്ടെന്ന് എവിടെ പോയി എന്നവൻ ചിന്തിച്ചു. അവൻ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആകെ വിചിത്രമായി തോന്നി. അവൻ വിചാരിച്ചതുപോലെ തന്നെ ടേബിളിൽ അവന്റെ ആ ഒരു കീ ഉണ്ടായിരുന്നു. ആ കീ എടുത്ത് അവിടെ നിന്നും തിരികെ ഇറങ്ങാനായി അവൻ ഒരുങ്ങി. അപ്പോഴാണ് റൂമിൽ നിന്നും അമ്മയുടെയും അച്ഛന്റെയും പതിഞ്ഞ സ്വരം അവൻ കേൾക്കാനിട വന്നത്. ഒളിഞ്ഞു നോക്കാനോ അവർ സംസാരിക്കുന്നത് എന്താണെന്നറിയാനോ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഗീതാമ്മക്കും വിശ്വനാഥനും താൻ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ടല്ലോ എന്ന് അവൻ ചിന്തിച്ചത്. പക്ഷേ അവിടെ നിന്ന് തിരികെ ഇറങ്ങാൻ ഒരുങ്ങിയപ്പോഴാണ് നീലിമ എന്ന് ഗീതാമ്മ പറയുന്നത് അവൻ കേട്ടത്. അത് കേട്ട് സിദ്ധാർത്ഥ് ഒരു നിമിഷം ചലനമറ്റ് നിന്നുപോയി. അതെ, അമ്മയുടെയും അച്ഛന്റെയും രഹസ്യ സംഭാഷണം അവളെക്കുറിച്ച് തന്നെയാണ്. എന്നാൽ ആ പെണ്ണി വയ്യാത്ത അവസ്ഥയിലും എങ്ങനെ അങ്ങോട്ടേക്ക് നാട്ടിലെത്തിയെന്നറിയില്ല. പക്ഷേ അവൾ മാർക്കറ്റിൽ നിന്ന് വീണ് മരിച്ചത്രേ. ഗീതാമ്മയുടെ വാക്കുകളിൽ ഭയം നിറഞ്ഞു. വിശ്വനാഥ് പറഞ്ഞത് എല്ലാം നിന്റെ മാത്രം തെറ്റാ ഗീത. ആ പെണ്ണ് ഒരു ബാധ്യതയാവുമെന്ന് ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ. അവളെ മുന്നേ തന്നെ ഒഴിവാക്കണമായിരുന്നു. ഇനി എന്തുണ്ടായാലും അനുഭവിക്കുക, അല്ലാതെ പറ്റില്ലല്ലോ. വിശ്വനാഥ് അങ്ങനെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥിന് അവന്റെ ഹൃദയമിടിപ്പ് പൂർണ്ണമായിട്ട് നിൽക്കുന്നത് പോലെ തോന്നി. അല്ല, വേറെ എന്തെങ്കിലും നീ അറിഞ്ഞോ? വിശ്വനാഥിന്റെ അക്ഷമ നിറഞ്ഞ ശബ്ദം വീണ്ടും സിദ്ധാർത്ഥ് കേട്ടു. ഞാൻ ഇത്ര മാത്രമേ അറിഞ്ഞുള്ളൂ. ആ നീലിമ മാർക്കറ്റിൽ നിന്നും വീണു മരിച്ചത്രേ. അത് കേട്ടതോടുകൂടി തന്നെ സിദ്ധാർത്ഥിന്റെ മനസ്സ് ഷോക്കേറ്റതുപോലെ നിന്നു. അവനൊരു നിമിഷം പോലും പിന്നീട് സംയമനം പാലിക്കാൻ കഴിഞ്ഞില്ല. അടഞ്ഞ വാതിൽ തള്ളി തുറന്നുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അവൻ അകത്തേക്ക് കയറി വന്നു. അച്ഛന്റെയും അമ്മയുടെയും സംസാരം കേട്ടുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ ദേഷ്യത്തോട് അകത്തേക്ക് ഇങ്ങനെ കയറി വരുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഈ ഒരു സ്റ്റോറി ഞാൻ കുറച്ചും കൂടെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പറയണോ അതോ നേരത്തെ പോലെ ജസ്റ്റ് നോക്കി വായിച്ചാൽ മതിയോ എന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കണേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ ഇതേ സമയത്തിനെ കാണാം. ബൈ.